ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് യാക് ബൊഗാട്ട് സിൽവർ സെന്റ് ഇന്റൻസ് എന്ന ഡിയോഡറന്റ് ആണ്. സോ ഇതിന്റെ ഒരു പെർഫ്യൂം വേർഷനും വരുന്നുണ്ട്. ഇത് അതിന്റെ ഡിയോഡറന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഡിയോഡറന്റ് വാങ്ങിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിയോഡറന്റ് ഞാൻ പരിചയപ്പെടുത്താനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ ഡിയോഡറൻസ് ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് അതൊരു ഡിയോഡറന്റ് ആണ്, വലിയ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ളത്. പക്ഷെ എന്റെ ആ ഒരു തോട്ടിനെ തെറ്റിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇതിന് 400 ചേഞ്ച് ഒക്കെ പ്രൈസ് വരുന്നുണ്ട്. ഇതിന് ഇവിടെ 590 ആണ് സ്റ്റിക്കർ ഇട്ടിട്ടുള്ളത്. ബട്ട് ഓൺലൈനിൽ നമുക്കൊരു 490 480 ലെവലിലൊക്കെ വരുന്നുണ്ട്. ഒരു സാധാരണ പെർഫ്യൂം വാങ്ങുന്ന പ്രൈസ് ഈ ഡിയോക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതൊരു 1.5 to 2 hours വരെയൊക്കെ പ്രൊജക്ട് ചെയ്തിട്ട് അവിടുന്ന് ഒരു 4 to 5 hours വരെയൊക്കെ ഈ സാധനം സ്മെല്ല് കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു ബോഡിയിലോ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ അപ്ലൈ ചെയ്താലോ ജസ്റ്റ് ഇങ്ങനെ തിരിയുമ്പോഴൊക്കെ ഇതിന്റെ ഒരു സ്മെല്ലുണ്ട്. ഇതൊരു പെർഫ്യൂം പോലെ ഇത് പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. സോ സാധാരണ സിൽവർ സെന്റ് പെർഫ്യൂമിന്റെ ഒരു ഇത്തിരിയും കൂടി സ്ട്രോങ്ങർ വേർഷൻ, അതാണ് ഈ ഇന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ യാക് ബൊഗാട്ട് സിൽവർ സെന്റ് മിക്ക ആൾക്കാർക്കും പരിചയം ഉണ്ടാവും. അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് ഇതിന്റെ ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ്നെസ് ആണ്. സാധാരണ ഒരു ബർഗമോട്ട് സിട്രസി ഫ്രഷ്നെസ് ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു എന്താ പറയാ ഒരു അരോമാറ്റിക് നോട്ട്സും വരും. ഇത് ഗ്യാസ് ഉള്ളതാട്ടോ, അത് ഞാൻ പറഞ്ഞിട്ട് ഒരു അരോമാറ്റിക് ഫ്രാഗ്രൻസ് വരും. പിന്നെ ഒരു സ്പൈസി നോട്ട്സ്, ഒരു കൊറിയാണ്ടർ ഒക്കെ പോലത്തെ ഒരു സ്പൈസി നോട്ട്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു ഒരു ഫ്രൂട്ടി ടച്ച്, ഒരു നല്ല ഒരു സ്വീറ്റ് ആൻഡ് ഫ്രൂട്ടി ആയിട്ട്, ഫ്രൂട്ടി എന്ന് പറയാൻ പറ്റൂല, ഒരു സ്വീറ്റ്നെസ്, ഒരു ഡോങ്കമീൻസിന്റെ ലിച്ചിന്റെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സ്വീറ്റ്നെസ്, അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ഫ്രാഗ്രൻസ്. അപ്പൊ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബാത്തിങ് സോപ്പിന്റെ അല്ലെങ്കിൽ ചില ഷവർ ജെല്ലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ചില ഷേവിങ് ക്രീമിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ, ചില ഷാമ്പൂ എന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സ്മെല്ല്, അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. ഇത് പെട്ടെന്ന് ഒരാൾ അപ്ലൈ ചെയ്താൽ ഓർമ്മ വരലും ആ ഒരു സംഭവം തന്നെ ആയിരിക്കും. പെർഫ്യൂംസ് അധികം നോട്ട്സും കാര്യങ്ങളൊന്നും പരിചയമില്ലാത്ത ഒരാളും ഇത് അപ്ലൈ ചെയ്താൽ ഒന്നെങ്കിൽ പറയാ ഇതൊരു സോപ്പിന്റെ സ്മെല്ലാണല്ലോ, അല്ലെങ്കിൽ ഇതൊരു കണ്ടീഷണറോ ഷാമ്പൂവിന്റെ ഒക്കെ സ്മെല്ലാണല്ലോ എന്നുള്ളത് തോന്നും. സോ അങ്ങനത്തെ ആ ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു ടൈപ്പാണ്. സോ ഒരു ഓഫീസ് യൂസിന് പറ്റിയതാണ്. ഞാൻ പറഞ്ഞ ഈ പെർഫോമൻസ് ഒക്കെ ഇത് ഓഫീസിൽ യൂസ് ചെയ്യുമ്പോഴാണ്. ഇത് അപ്ലൈ ചെയ്ത് പുറത്തൊക്കെ പോയി ചുറ്റി തിരിഞ്ഞ് വന്നിട്ട് ഇത് നിൽക്കുന്നില്ല എന്ന് പറയരുത്. അങ്ങനത്തെ ഒരു പർപ്പസിന് പറ്റിയതേ അല്ല ഇത്. സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുക. എന്റെ ഒപ്പീനിയനിൽ ഇത്രയും പ്രൈസ് കൊടുത്ത് ഒരു ഡിയോഡറന്റ് വാങ്ങിക്കണം വെച്ചാൽ ഇതിന്റെ ഇൻസ്പയർഡ് പെർഫ്യൂംസ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ തന്നെ എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട് സിൽവസ്റ്റർ, ഇത് 8 ml ഉണ്ട്. ഇത് 20 ml 420 റുപ്പീസേ പ്രൈസ് വരുന്നുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു 480 490 ഒക്കെ ഒരു ഡിയോഡറന്റ് വാങ്ങിക്കുന്നത് ലോജിക്ക് ഉണ്ടോ വെച്ചാൽ ആ ലോജിക്ക് ഒന്നുമില്ല. ഉള്ള ലോജിക്ക് എന്താ വെച്ചാൽ ഇതിന്റെ പെർഫ്യൂമിന് ഒരു 2500 ആ ലെവലിലൊക്കെ പ്രൈസ് ഉണ്ട്. സോ ആ ഒരു ഫ്രാഗ്രൻസ് കറക്റ്റ് ആയിട്ട് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം എന്ന് മാത്രം. സോ ട്രൈ ചെയ്ത് നോക്കുക. ആ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഒരു പെർഫ്യൂം നിൽക്കുന്ന പോലെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇതിന്റെ ഒരു USP ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.